മിസൈലുകളെക്കാളും ആയുധങ്ങളെക്കാളും നയതന്ത്രപരമായ സമവായത്തിലൂടെ മാത്രമേ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂ. ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത് ആയുധബലം കൊണ്ടോ ഏകാധിപത്യപരമായ ജയം കൊണ്ടോ അല്ലെന്നും മറിച്ച് നീണ്ടു നിൽക്കുന്ന സംഘർഷത്തെക്കാൾ കൂട്ടായ സ്ഥിരതയാണ് കൂടുതൽ പ്രയോജനകരമെന്ന് ഇരുപക്ഷവും തിരിച്ചറിയുമ്പോഴാണെന്നും ലോകചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തെ ആകെ അനിശ്ചിതത്വത്തിന്റെ മുനമ്പിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം കടുക്കുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ എണ്ണപ്പാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും നയതന്ത്ര ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായി മാറുകയാണ്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാത ഇന്ന് കേവലം ഒരു വാണിജ്യ കപ്പൽ പാതയല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും സ്ഫോടനാത്മകമായ സാമ്പത്തിക ദുരന്തത്തിലേക്ക് വഴിമാറാവുന്ന വൻ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ആരംഭിച്ച സൈനിക വിനാശങ്ങൾ ഇപ്പോൾ ഇറാഖ്, ജോർദാൻ, ഈജിപ്തിലെ സൂയസ് കനാലിന് സമീപമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വരെ വ്യാപിച്ച് പശ്ചിമേഷ്യൻ മേഖലയിലാകെ അസ്ഥിരത വിതയ്ക്കുകയാണ്. വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുത്തനെ ഉയരുകയും ഓരോ മിസൈൽ ആക്രമണത്തിനും ഔദ്യോഗിക പ്രസ്താവനകൾക്കും പിന്നാലെ ലോക എണ്ണ വിപണി ഉലയുകയും ചെയ്യുന്ന ഭീതിജനകമായ സാഹചര്യമാണിത്. എന്നിരുന്നാലും വീണ്ടും ശക്തിപ്പെടുന്ന ഈ ആക്രമണ പരമ്പരകൾക്കിടയിലും യുദ്ധത്തിന്റെ രൂക്ഷത കുറയ്ക്കാനും ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാനും ഉപകരിക്കുന്ന 2 പ്രധാന നയതന്ത്ര മാർഗങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ വെളിച്ചം വീശുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ ഭരണ നിയന്ത്രണത്തിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായ മാറ്റമാണ് ഒന്നാമത്തെ പ്രധാന ബദൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പ്രത്യേക രാജ്യത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ ആയുധമായി ഈ അന്താരാഷ്ട്ര ജലപാതയെ മാറ്റുന്നതിന് പകരം ഇറാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് തീരമേഖലാ രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു പ്രാദേശിക സംവിധാനത്തിലൂടെ ഇവിടുത്തെ നാവിക സേവനങ്ങൾ, സുരക്ഷാ മേൽനോട്ടം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ സംയുക്തമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഈ ആശയം. കേവലം സാങ്കല്പികമായ ഒരാശയമല്ലിത്, മറിച്ച് ഇതിനുള്ള അടിയന്തര അടിത്തറ നിർദ്ദേശിക്കുന്ന നയതന്ത്ര രേഖകൾ ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ രൂപീകരിച്ച ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ 5ാം ഖണ്ഡിക ഇതിന് കൃത്യമായ തെളിവ് നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളും തീരദേശ രാജ്യങ്ങളുടെ പരമാധികാരവും മാനിച്ചുകൊണ്ട് ഹോർമൂസിലെ ഭാവി ഭരണ നിർവഹണത്തിലും നാവിക സേവനങ്ങളിലും ഒമാനുമായും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുമായും ഇറാൻ ചർച്ചകൾ നടത്തണമെന്നതാണ് ഈ ധാരണാപത്രത്തിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹോർമൂസിനെ ഏതെങ്കിലും ഒരു ശക്തിയുടെ മാത്രം നിയന്ത്രണത്തിലുള്ള പ്രദേശമായി കാണുന്നതിന് പകരം കൂട്ടായ പങ്കാളിത്ത മാതൃകയാണ് ഈ കരാർ നിർദ്ദേശിക്കുന്നത്. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള സമുദ്ര സഹകരണ മാതൃകകൾക്ക് സമാനമാണിത്. തീരദേശ രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം വിട്ടുകൊടുക്കാതെ തന്നെ തെരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങളും പാരിസ്ഥിതിക സംരക്ഷണവും ഒരുമിച്ച് നിർവഹിക്കുന്ന രീതിയാണിത്. ഇത്തരമൊരു നയതന്ത്രപരമായ നീക്കം പ്രായോഗികമായാൽ മേഖലയിലെ സൈനിക സംഘർഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ആഗോള ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ ഉറപ്പിക്കാനും സാധിക്കും. ഈ നീക്കം ശത്രുതാപരമായ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് ചില വിമർശകർ വാദിക്കുന്നുണ്ടെങ്കിലും സംഘർഷം ശാശ്വതമായി തുടരുകയും എല്ലാവരുടെയും സാമ്പത്തിക രംഗം തകരുകയും ചെയ്യുന്ന അവസ്ഥയേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒന്നാണ് ഈ പ്രാദേശിക കൂട്ടായ്മ. രണ്ടാമത്തെ ശുഭസൂചന വികസിക്കുന്നത് വാഷിംഗ്ടണിനും ടെഹ്റാനും പുറത്തുള്ള അന്താരാഷ്ട്ര നയതന്ത്ര മണ്ഡലങ്ങളിലാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയെ വൻതോതിൽ ആശ്രയിക്കുന്ന യൂറോപ്പ്, ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ഈ കപ്പൽപാതയുടെ സുരക്ഷിതത്വം അത്യാവശ്യമാണ്. അതിനാൽ തന്നെ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന പ്രധാന കക്ഷികൾക്ക് പുറമെ കൂടുതൽ അന്താരാഷ്ട്ര ശക്തികൾ ഈ സമാധാന ചർച്ചകളിൽ സജീവ പങ്കാളികളാകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ വിശ്വസ്തനായ മധ്യസ്ഥന്റെ പങ്ക് വഹിച്ച് ഒമാൻ നടത്തുന്ന നീക്കങ്ങൾ ഏറെ നിർണായകമാണ്. നാവിക സർവീസുകൾ ക്രമീകരിക്കുന്നതിനും ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം സുരക്ഷിതമായി പുനരാരംഭിക്കുന്നതിനും ഇറാനുമായി ഒമാൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇവിടെ ഉയർന്നു വന്ന ഏറ്റവും ശ്രദ്ധേയമായ വിട്ടുവീഴ്ച നിർദ്ദേശം കപ്പലുകളിൽ നിന്ന് ഈടാക്കുന്ന ഫീസുമായി ബന്ധപ്പെട്ടതാണ്. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന എണ്ണ ടാങ്കറുകളിൽ നിന്ന് നേരിട്ട് ടോൾ ഈടാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരം അന്താരാഷ്ട്ര നിയമപ്രകാരം ഉറപ്പു നൽകിയിട്ടുള്ളതാണെന്ന് ഒമാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് പരിഹാരമായി കപ്പലുകൾ പാതയിലൂടെ കടന്നു പോകുന്നതിന് ടോൾ നൽകുന്നതിന് പകരം നാവിക സഹായം, പരിസ്ഥിതി സംരക്ഷണം, അടിയന്തര രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി സേവന ഫീസ് സ്വമേധയാ നൽകുന്ന ഒരു സംവിധാനം ഒമാൻ നിർദ്ദേശിച്ചു. സാങ്കേതികമായി ചെറിയൊരു വ്യത്യാസമായി തോന്നാമെങ്കിലും രാഷ്ട്രീയമായി ഇത് വലിയൊരു വഴിത്തിരിവാണ്. അന്താരാഷ്ട്ര നാവിക നിയമങ്ങൾ ലംഘിക്കാതെ തന്നെ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ സർക്കാരുകൾക്ക് ഇത് അവസരമൊരുക്കുന്നു. സുപ്രധാനമായ ഈ നയതന്ത്ര നിർദ്ദേശങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും ടെഹ്റാൻ തങ്ങളുടെ ശക്തമായ പങ്കാളിത്തം ആവശ്യപ്പെടുകയും അമേരിക്കൻ ഭരണകൂടം ഈ യുദ്ധത്തെ ഒരു സമ്പൂർണ്ണ പോരാട്ടമായി കാണാതെ ഒരല്പകാല സൈനിക നീക്കം അഥവാ എസ്കർഷൻ എന്ന് വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടാണ്. സ്വന്തം രാജ്യത്ത് നേരിട്ട് വൻ ആക്രമണം ഉണ്ടാകാത്തിടത്തോളം കാലം പശ്ചിമേഷ്യയിൽ നീണ്ടു നിൽക്കുന്ന ഒരു ചെലവേറിയ യുദ്ധത്തിൽ മുഴുകാൻ അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല. വിലക്കയറ്റവും പണപ്പെരുപ്പവും മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ തങ്ങളുടെ മാതൃരാജ്യത്തെ സുരക്ഷയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കുമാണ് മുൻഗണന നൽകുന്നത്.
പോപ്പ് ലിയോ 14 ആഹ്വാനം ചെയ്തതുപോലെ പരസ്പര ഭീഷണികളിലൂടെയോ വൻ ആയുധ ശേഖരത്തിലൂടെയോ സമാധാനം കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് അന്താരാഷ്ട്ര നേതാക്കൾക്കിടയിൽ ശക്തമാകേണ്ടതുണ്ട്. തീവ്രമായ ആശയപരമായ ഭിന്നതകളും വർഷങ്ങളായി നിലനിൽക്കുന്ന അവിശ്വാസവും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുക സാധ്യമല്ല. എങ്കിലും പങ്കുവെക്കപ്പെടുന്ന സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ചുറ്റുമാണ് ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നത്. കേവലം 33 മുതൽ 39 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലെടുക്ക് ഡ്രോണുകളും ആധുനിക മിസൈലുകളും നിറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിഭയാനകമായ സാമ്പത്തിക സ്ഫോടനങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ അതേ ഹോർമൂസ് തന്നെ പരസ്പര സഹകരണത്തിലൂടെ ഈ മേഖലയിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ കൂട്ടായ സ്വത്തായി മാറ്റാനും സാധിക്കും. നയതന്ത്രത്തിന്റെ വഴികളിൽ ഇരു രാജ്യങ്ങളും ഒരു സമവായത്തിൽ എത്തിച്ചേർന്നാൽ അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയിലെ സംഘർഷങ്ങൾക്ക് വിരാമമിടുക മാത്രമല്ല, പശ്ചിമേഷ്യയിൽ പുതിയൊരു സമാധാന യുഗത്തിന് തുടക്കമിടുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.